ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രവി തന്നോട് മിണ്ടാതെ പോയത് കൊണ്ട് തന്നെ സച്ചി ആകെ സങ്കടത്തിലാണ്. ആ ഒരു സമയത്ത് തന്നെ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏത് വിധേനെ സച്ചിനെ കൊണ്ട് ഈ ഒരു ജ്യൂസ് കുടിപ്പിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്നെപ്പറ്റി എന്താ പറഞ്ഞു? ഞാനും ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും സച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ, എന്താ എന്നെപ്പറ്റി അച്ഛൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അച്ഛൻ ഇവിടെ കുറച്ച് പൈനാപ്പിൾ മേടിച്ചു വെച്ചിട്ടുണ്ട്, സച്ചിയുടെ ജ്യൂസ് അടിച്ച് തരാനാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. സച്ചി വേഗം എന്ന് പറയുന്നത് എത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ അച്ഛൻ എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം, എന്നിരുന്നാലും അച്ഛൻ എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് രേവതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛൻ അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ എത്രത്തോളം വേദന എടുത്തിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എന്തായാലും ഞാൻ ജ്യൂസ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര ജ്യൂസ് കുടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് കാണുന്ന സമയത്ത് രേവതി ഞെട്ടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രേവതി, അമ്മ അത് സച്ചിയേട്ടൻ എന്ന് പറയുന്ന സമയത്ത് എനിക്കറിയാം, നീ ഇത് സച്ചിക്ക് ഉണ്ടാക്കി വെച്ചാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണല്ലോ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഒക്കെ തോന്നിയത്. എന്തായാലും ഇത് മുഴുവനും ഞാൻ കുടിച്ചു തീർത്തു, നല്ല ടേസ്റ്റ് ഉണ്ടാവും, ബാറിൽ പോയി വെള്ളം പിടിക്കുന്ന അവനെന്തിനാ ജ്യൂസിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ നോക്കി ഒന്ന് പുച്ഛിച്ചിട്ടാണ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നത്. രേവതിയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ജ്യൂസ് മദ്യപാനി അല്ല താരങ്ങളും കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, എന്തായാലും ചേച്ചിനോട് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല. അതിന് ശേഷം വേഗം തന്നെ അവരെ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്ട്. ഈ ഒരു സമയത്ത് ചന്ദ്ര എവിടെ ഉണ്ടാവും? ചന്ദ്ര വേഗം പറയാണ്, ഞാനിവിടെ ഇരുന്നിട്ടും അവൾ എന്നോടൊരു വാക്ക് പോലും പറയാതെ കറങ്ങാൻ പോയിരിക്കുകയാണ്, അവക്കടെ തോന്നിയ വശത്തിന് എവിടെ വേണമെങ്കിലും പോകാമല്ലോ, അതേ സ്വാതന്ത്ര്യമാണല്ലോ അവൻ കൊടുത്തേക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് രേവതിയെ വിളിച്ചുകൊണ്ട് വരുന്നത്. ഉടനെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട് അവളിവിടെ ഇല്ല, പുറത്തേക്ക് ഇറങ്ങിപ്പോയി, എന്ത് കാര്യത്തിനാണോ പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും സച്ചി ഒരു അക്ഷരം മിണ്ടാതെ തന്നെ അകത്തേക്ക് കയറിപ്പോണ ഈ സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. രവി പറഞ്ഞ ഉടനെ തന്നെ രവിയോടായിട്ട് ചന്ദ്ര പറയുന്നത്, നിങ്ങൾക്ക് തലയിലൊരു തോർത്തിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് തലയിൽ തോർത്തോ, എന്തിനാ ചന്ദ്ര എന്ന് രവി ചോദിക്കുന്ന സമയത്ത്, അല്ല നിങ്ങളുടെ മകൻ അത്രയ്ക്ക് നല്ല കാര്യമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ തലയിൽ തോർത്തിട്ട് നടക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര സച്ചിയെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ചന്ദ്രയ്ക്ക് വയറുവേദന തുടങ്ങാം കേട്ടോ. അപ്പൊ ചന്ദ്രയുടെ വെപ്രാളം കാണുന്ന സമയത്ത് രവി ചോദിക്കുന്നത്, എന്ത് പറ്റി ചന്ദ്ര, നീ എന്താ ഇരം വഴങ്ങിയ പാമ്പിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാതെ നടക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത്, പറ്റില്ല രവിയായിട്ട്, എനിക്ക് എന്തൊരു അസ്വസ്ഥത പോലെ വയറിനെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര വേഗം തന്നെ ബാത്റൂമിലേക്കായിട്ട് ഓടിപ്പോട്ടെ. അപ്പൊ ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, ഇവർക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ രേവതി ഈ ഒരു മരുന്ന് തന്നെ ചേച്ചിയെ കാണാനായിട്ട് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് തന്നെ മഹേഷിനെ കാണുന്നുണ്ട്. രേവതിനെ കാണുമ്പോൾ തന്നെ മഹേഷ് സച്ചി മദ്യപിച്ചല്ല അന്ന് വണ്ടി ഓടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ന്യായീകരിച്ച് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ രേവതി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂട്ടുകാരല്ലേ, നിങ്ങളെല്ലാം മദ്യപാനത്തിന് സച്ചിയാണ് കംപ്ലൈൻറ്റ് കൊടുക്കും, നിങ്ങൾ അങ്ങനെ സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും മഹേഷ് പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല, അവൻ എത്ര വർഷമായി ഞങ്ങളുടെ കൂടെ നിന്നിട്ട് അവൻ ഒരിക്കലും രാവിലെ മദ്യപിച്ച് വണ്ടി ഓടിക്കാറില്ല രേവതി, അത് നിനക്കും അറിയാമല്ലോ, അവന് ഏറ്റവും വലിയ സങ്കടം നീയും അച്ഛനും അവനെ മനസ്സിലാക്കാത്തതിലാണ്, അവൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടില്ല, നിങ്ങളോട് എത്ര പറഞ്ഞിട്ടും നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ വളരെയധികം സങ്കടപ്പെട്ടു എന്നൊക്കെയാണ് മഹേഷ് പറയുമ്പോഴത്തേക്കും, സങ്കടം സച്ചേട്ടന് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ട്, സച്ചേട്ടൻ അങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഞങ്ങൾ സച്ചേട്ടനോട് ദേഷ്യപ്പെട്ടത് എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത്, സച്ചി ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല രേവതി, ഈ സംഭവം നടക്കുന്ന ഒരു 11-12 മണി ആ സമയത്താണ്, ആ സമയത്ത് എന്തായാലും സച്ചി മദ്യപിക്കുകയില്ല, മാത്രമല്ല മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെയും തെറ്റ് പറയുന്നവനാണ് സച്ചി, അതുകൂടാതെ ആ ഒരു വീഡിയോയിൽ സച്ചി മദ്യപിക്കുന്നതായിട്ട് രേവതി എവിടെയെങ്കിലും കണ്ടുപോയി എന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി ഒരു നിമിഷം ചിന്തിക്കാട്ടെ. അതിന് ശേഷം രേവതി പറയാൻ, എന്തായാലും ആ ഒരു വീഡിയോ എന്ന് പറയുന്ന സമയത്ത് ആ വീഡിയോ എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ സച്ചിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, രേവതി എങ്ങനെ സച്ചിനൊന്ന് വിശ്വസിക്കുക എന്ന് മഹേഷ് പറയുന്ന സമയത്ത് രേവതി ഒരു നിമിഷം ചിന്തിക്കുകയാണ്. അതേ സമയം തന്നെ നമ്മുടെ ചന്ദ്രയാകട്ടെ ഒരു നിമിഷം പോലും ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആയിട്ട് ബാത്റൂമിൽ കയറുന്നു ഇറങ്ങുന്നു ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് രവി പറയുന്നത്, നിനക്ക് എന്ത് പറ്റി ചന്ദ്ര, നീ എന്താ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടിട്ട് ഒരു നിമിഷം പോലും മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല, വയറുവേദനയോട് വയറുവേദന, അതോ ഒന്നും നിൽക്കുന്ന പോലും ഇല്ല എന്നൊക്കെയാണ് ചന്ദ്ര പറയുന്ന സമയത്ത്, അല്ല ഇപ്പം ഇങ്ങനെ സംഭവിക്കാണ്ട് ഇപ്പം എന്താ ഉണ്ടായത്, നീ എന്താ വേറെ എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ രവി ചോദിക്കുന്നുണ്ടെങ്കിലും താൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ കഴിച്ചില്ല എന്നൊക്കെ ചന്ദ്ര മറുപടി പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. സുധി വന്ന ഉടനെ തന്നെ, അമ്മ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പായസം ഉണ്ടാക്കി തരാനുള്ള, ആ പായസം എനിക്ക് ഒന്നും കൂടി ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവന്റെ ഒരു പായസം എന്ന് പറഞ്ഞ് ചന്ദ്ര ചാടി എടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് വേഗം ചന്ദ്രയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുകയാണ്.
വേഗം തന്നെ ചന്ദ്ര ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ചന്ദ്രയെ ഓടിപ്പോകുന്ന കാണുമ്പോൾ തന്നെ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് പായസം ഉണ്ടാക്കി തരാതിരിക്കാനുള്ള അമ്മയുടെ അഭിനയമാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അഭിനയമൊന്നും അല്ലടി, ഇപ്പൊ 3-4 തവണയായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ഇന്നിപ്പോ ടാങ്കിലെ വെള്ളം തീർക്കുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ചന്ദ്രയ്ക്ക് ലൂസ് മോഷൻ പിടിച്ചു എന്നുള്ള കാര്യം ആ വീട്ടിലെ എല്ലാവരും അറിയണ്ട. അതിനുശേഷം ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വളരെയധികം ടയേർഡായിട്ടാണ് വരുന്നത്. എനിക്ക് പറ്റില്ല രവിയേട്ട, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര വരുന്നത്. ഇതേ സമയം തന്നെ രേവതി തനിക്ക് മരുന്ന് ചേച്ചിനെ കണ്ടതിന് ശേഷം ഇങ്ങനെ അമ്മയാണ് ഇങ്ങനെ മരുന്ന് കഴിച്ചതെന്ന് പറയുന്ന സമയത്ത് മദ്യപാനി അല്ലാത്ത ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാവിടിച്ച് ബാത്റൂമിൽ കിടക്കേണ്ട അവസ്ഥ വരുമെന്ന് പറയുമ്പോഴത്തേക്കും ചേച്ചി എന്നേ പറയുന്നത് രേവതി ചോദിക്കുന്നുണ്ടാകും. മറ്റൊന്നുമല്ല, അവർക്ക് ഫുൾ ടൈം വയറിളക്കമായിരിക്കും. മാത്രമല്ല ഇത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ക്ഷീണവും തളർച്ചയും ഉണ്ടാവും, വേറൊരു കുഴപ്പം അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നത്, ഈശ്വരത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെ വെച്ചേക്കില്ല. നേരത്തെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു, ഇനിയിപ്പോൾ അമ്മയെ അപകടപ്പെടുത്താൻ ഞാൻ മനഃപൂർവ്വം ചെയ്തു എന്ന് വരെ അമ്മ പറയുമെന്നൊക്കെ രേവതി പറയുകയാണ്. പെട്ടെന്ന് തന്നെ ചേച്ചി പറയുന്നത്, നീ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അമ്മേനെ നല്ല രീതിയിൽ തന്നെ നോക്കിയാലും മതി എന്നൊക്കെ ഈ ചേച്ചി പറയുന്നത് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ചന്ദ്രയായിട്ട് ക്ഷീണിച്ച അവസ്ഥയായിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് ബെഡിൽ വന്നിരിക്കുകയാണ്. ബെഡിൽ വന്നിരിക്കുന്ന സമയത്ത് രവി ചോദിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയ ചന്ദ്ര എന്ന് ചോദിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് എന്താ കണ്ണു കണ്ടുകൂടെ മനുഷ്യ എന്ന് പറയുന്നുണ്ട്. വേഗം തന്നെ സുധിയൊക്കെ പറയുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര പോകാൻ തയ്യാറാകുന്നില്ല. ആ ഒരു സമയം തന്നെ ചന്ദ്ര ബെഡിലേക്ക് ബോധം കെട്ട് വീഴുകയാണ്. ഈ ഒരു സമയത്ത് എല്ലാവരും തന്നെ പേടിച്ചു പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയം തന്നെയാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. വന്നുകൊണ്ടിനെ തന്നെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് സുധി പറയുന്ന സമയത്ത് വേഗം തന്നെ സച്ചി ചന്ദ്രയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തലോടുവാട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും രവിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം സച്ചി പറയുന്നുണ്ട്, എന്തായാലും അമ്മനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറയുമ്പോഴത്തേക്കും, നീ എന്താ അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞ് ഇവിടെ ഇട്ട് കൊല്ലാനാണോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അതല്ല, ഇവിടെ അടുത്തൊരു ഡോക്ടറുണ്ട്, ഡോക്ടറെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് സച്ചി ആ ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. വന്ന ഉടനെ തന്നെ ഡോക്ടർ ചന്ദ്രയെ മുഴുവനായിട്ട് പരിശോധിച്ചതിന് ശേഷം പറയുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല, ഫുഡ് പോയിസൺ അടിച്ചതാണ്, ഭക്ഷണം വേറെ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര ഇല്ല എന്ന് മറുപടി പറയുന്നുണ്ട്. എന്നിരുന്നാലും ചന്ദ്രയുടെ മുഖത്തെ ക്ഷീണവും മുഖഭാവം കാണുന്ന സമയത്ത് നമ്മുടെ സച്ചിക്ക് സങ്കടം അടക്കാനാവുന്നില്ല. സച്ചി വളരെയധികം ദയനീയമായി തന്നെ ചന്ദ്രയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.